ശബരിമലയിലേക്ക് എത്തുന്ന പ്ലാസ്റ്റിക് പ്രകൃതിക്കും വന്യജീവികൾക്കും സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്ന് വനം വകുപ്പ്. പ്ലാസ്റ്റിക് ശബരിമലയിലേക്ക് കൊണ്ടുവരില്ല എന്ന് ഭക്തർ തീരുമാനിക്കണം. പ്ലാസ്റ്റിക് കൊണ്ടുവരാതിരിക്കാൻ ശക്തമായ ബോധവൽക്കരണം നടത്തുന്നുണ്ട് എന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഇതൊരു മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിലെ കാഴ്ചയല്ല. ഈ ഉയരുന്നത് ഫാക്ടറിയിലെ വിഷപ്പുകയുമല്ല. അയ്യന്റെ തിരുസന്നിധാനത്തിനരികെയുള്ളതാണ് ഈ ഞെട്ടിക്കുന്ന കാഴ്ച. മണ്ഡലകാലം തുടങ്ങി 2 ആഴ്ച എത്തുമ്പോഴേക്കും പ്ലാസ്റ്റിക് ഇങ്ങനെ മാലിന്യമലയായി കിടക്കുകയാണ്. അയ്യന്റെ പൂങ്കാവനത്തിന്, ഇവിടുത്തെ പരിസ്ഥിതിക്ക്, വന്യമൃഗങ്ങൾക്ക്, ജീവജാലങ്ങൾക്ക് അതിഭീകരമായ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുക. പവിത്രമായ ഇരുമുടിക്കെട്ടിലടക്കം പൂജാദ്രവ്യങ്ങൾ ഇപ്പോഴും പ്ലാസ്റ്റിക് കവറുകളായിട്ട് എത്തുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. കൂടാതെ ഭക്തർ പ്ലാസ്റ്റിക് സഞ്ചികൾ, വാട്ടർ ബോട്ടിലുകൾ ഒക്കെ എല്ലാ ദിവസവും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശബരിമലയിൽ വലിയ തോതിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എത്തുന്നതിന് കാരണമാകുന്നുണ്ട്. ഒരുപാട് വന്യജീവികളും അവരുടെ ആവാസ വ്യവസ്ഥേനൊക്കെ ദോഷകരമായി ബാധിക്കുന്നതാണ്. ഈ ഗുരുതര സാഹചര്യം മനസ്സിലാക്കി ശബരിമലയിലേക്ക് പ്ലാസ്റ്റിക് കൊണ്ടുവരാതിരിക്കാൻ ഉറച്ച തീരുമാനം ഭക്തർ എടുക്കണമെന്നും വനംവകുപ്പ് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ശബരിമലയുടെ വിശുദ്ധിയും പവിത്രതയൊക്കെ നിലനിർത്തുന്നതിനായിട്ട് ഇനി വരാൻ പോകുന്ന ഭക്തന്മാരും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, പരമാവധി പ്ലാസ്റ്റിക് ഇവിടെ എത്തിക്കാതിരിക്കാനുള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. പൂങ്കാവനത്തിന്റെ ഭംഗിയും വിശുദ്ധിയും അതേപോലെ നിലനിൽക്കണം. വന്യമൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും അവരുടെ ആവാസ വ്യവസ്ഥയ്ക്കും ഒരു കോട്ടവും ഉണ്ടാക്കാൻ പാടില്ല. അത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. ടീം ജനം, സന്നിധാനം.